ഷാഫി ചാലിയം ഇന്ന് എ വിജയരാഘവൻ ആവർത്തിച്ചു പറയുന്നു, എങ്ങനെയാണോ ഭൂരിപക്ഷ വർഗീയത അപകടകരമാകുന്നത് ആ രീതിയിൽ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും അപകടകരമാണ് എന്ന് ഞാൻ വിളിച്ചു പറയുക. അത് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് അടുത്ത കാലത്ത് തുടങ്ങിയിരിക്കുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ അത് ആരെതിർത്താലും തുറന്നു പറയുമെന്നാണ് എ വിജയരാഘവൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് SDP-യുടെ വോട്ട് വേണം, ജമാഅത്തയുടെ വോട്ട് വേണം, അത് പാലക്കാടും വയനാട്ടിലും വേണം. പലതവണ ആവർത്തിച്ചിട്ടും വേണ്ടെന്ന് അവർ നിലപാടെടുത്തില്ല. സ്വാഭാവികമായും ആ വിമർശനത്തിന് അവർ അർഹരല്ലേ ഷാഫി ചാലിയം? അല്ല, വിജയരാഘവൻ പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലും പിന്നിലും തീവ്ര മുസ്ലിം ചേരി എന്നാ പറഞ്ഞത്. ഏതാ തീവ്ര മുസ്ലിം ചേരി? SDP-യും ഈ തീവ്ര മുസ്ലിം ചേരിക്ക് വയനാട്ടിൽ എത്ര വോട്ടുണ്ട്? അവർക്ക് രണ്ടുപേർക്കും അവിടെ കൂട്ടിയാൽ എത്ര വോട്ട് വയനാട്ടിലുണ്ട്? അതാദ്യം VP മുസ്തഫ ഒന്ന് വ്യക്തമാക്കട്ടെ, എന്നിട്ട് ചർച്ച തുടരാം. VP മുസ്തഫ, ആ കണക്കാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. SDP-യുടെയും ജമാഅത്തയുടെയും മൊത്തം വോട്ട് വയനാട്ടിൽ എത്ര ഉണ്ടെന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും താങ്കളുടെയും കണക്കുകൂട്ടൽ? അരുണേ, SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടിന്റെ എണ്ണമാണ് ബലമെങ്കിൽ, അതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്നാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത്. എന്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം, ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയുടെ നേതൃത്വം മലപ്പുറത്തെ ഹോട്ടൽ മുറിയിൽ SDP-I നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത്? ഇവര് വേറെ കാര്യമായിട്ട് വോട്ടൊന്നുമില്ലാത്ത SDP-യും ജമാഅത്തെ ഇസ്ലാമിയും പരിഗണിക്കാൻ അർഹതയില്ലാത്ത സംഗതികളാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്ന 2019 തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് അവരുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത്? UDF-ന്റെ കൺവീനർ MM ഹസൻ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിൽ പോയത്? MM ഹസനല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിൽ പോയി? ഇവരൊന്നും അങ്ങനെ വോട്ടൊന്നും ഇല്ലാത്ത കാര്യമായിട്ട് പരിഗണിക്കേണ്ട ശക്തികളാണെങ്കിൽ, അല്ലാത്ത ശക്തികളല്ലെങ്കിൽ പാലക്കാട് നമ്മൾ കണ്ടത് എന്താ? ഒരു നിമിഷം VP മുസ്തഫ, ഷാഫി ചാലിയം അതിന് മറുപടി പറയട്ടെ. ഷാഫി, ആകെ അരമണിക്കൂറാണ് ചർച്ച. അപ്പോൾ അത് മുഴുവനും VP മുസ്തഫ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറിത്തരാൻ തയ്യാറാണ്. സിമ്പിളായൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ വെൽഫെയർ ജമാഅത്തെ ഇസ്ലാമിക്കും SDP-ക്കും എത്ര വോട്ടാണുള്ളതാണ്? അതിന് മറുപടി മുസ്തഫക്ക് ഉണ്ടോ? മുസ്തഫയുടെ വായിൽ നിന്ന് ആ മറുപടി കേൾക്കാൻ ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്ന പ്രേക്ഷകർ കാത്തിക്കുക. അവരെയാണ് മുസ്തഫ താങ്കൾ ഗലിംഭ്യരാക്കിയത്. മനസ്സിലായോ? അവർക്കൊക്കെ എത്ര അവിടെ വോട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പ് MI ഷാനവാസ് കഷ്ടിച്ച് ഒരു 15,000 15,000 20,000 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി ആരാന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല. കേരളത്തിലെ CPM-മാർക്ക് മാത്രം. ഇന്ത്യ മുഴുവൻ ലോകമെങ്ങുമുള്ള ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. ആ മനുഷ്യനിവിടെ വന്ന് നിന്നപ്പം ഒരു ജനത മുഴുവൻ ആ മനുഷ്യന് വോട്ട് കൊടുക്കിയിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 4.5 ലക്ഷം വോട്ടാണ് കൊടുത്തത്. അപ്പുറത്തെ സ്ഥാനാർത്ഥി ആരാ? സുജീർ, ഒരു മുസ്ലിം നാമധാരി നിങ്ങളെപ്പോലെ അല്ലേ? ആ സുജീറിന് എത്ര വോട്ടാണ് കൊടുത്തത്? സുജീറിനെയാണ് 4.5 ലക്ഷം വോട്ടിന് വയനാടിൻ്റെ ജനത തോൽപ്പിക്കുന്നത്. അതിൽ ഏത് തീവ്ര ചേരിയാണ് നിങ്ങൾ കാണുന്നത്? പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിലും പിന്നിലും ഞങ്ങളാണുള്ളത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് മനസ്സിലാക്കുക. മുന്നിലും പിന്നിലും ഞങ്ങളാണ് നിന്നത്, എല്ലാവരും കണ്ടതാണ്. അരുൺകുമാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വേറെ ഏതെങ്കിലും ഒരു കൊടി മാറിയോ? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യുന്നത് എന്താ അറിയും മുസ്തഫ? അത്യന്തം അപകടം നിറഞ്ഞ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഡൽഹിയിൽ ആ പാവം രാഹുൽ ഗാന്ധിനെ, സ്ത്രീയെ അതിക്രമിച്ചവൻ, സ്ത്രീത്വത്തെ നശിപ്പിച്ചവൻ, ഒരു MP-യെ അടിച്ച് താഴെയിട്ടവൻ, കരാട്ടെ പഠിച്ചവൻ 26 കേസെടുത്ത് വരിഞ്ഞ് മുറുക്കുമ്പോൾ ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ സഹോദരിയും മുസ്ലിം ഭീകരവാദികളെയും വർഗീയവാദികളെയും വോട്ടിൽ ആണ് ജയിച്ചുവെന്ന് വിളിച്ചു പറയുമ്പോൾ, ഈ വിളിച്ചു പറയുന്നത് ഉത്തരേന്ത്യയിൽ വമ്പച്ച പ്രചാരണം നടക്കുക. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത്. മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് രാഹുലിനെയും പ്രിയങ്കയെയും BJP-ക്കാർ വളഞ്ഞിട്ടാക്രമിച്ച് കേസെടുത്ത് കൊടുക്കുമ്പോൾ നല്ല സമയത്താണ് സന്ദേശം കൊടുക്കുന്നത്. എന്ത്? ഇതാ ഇവിടെ മുസ്ലിം വർഗീയവാദികളുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഈ വിജയരാഘവന് ഭ്രാന്തായോ? അയാളെ വായക്കുണ്ടല്ലോ ഒരു പെർമനന്റ് മാസ്ക് ഇട്ടില്ലെങ്കിൽ
CPM എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ കൂടെ മുസ്തഫയ്ക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, കൂടെ കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് വോട്ട് ചെയ്യണേ. ആ സാധുക്കൾ സ്ഥിതി എന്താ? അവരിതിന് എന്ത് മറുപടി പറയാൻ കഴിയും? നിങ്ങളെയും കൂടെ നിങ്ങളെ പിന്താങ്ങുന്ന കുറച്ച് മതസംഘടനകളുണ്ടല്ലോ, കുറയ്ക്കണം ഇല്ലേ? നിങ്ങളൊക്കത്തുള്ളത് ആരാ? ഒന്ന് PDP, എത്ര നല്ല സംഘടനയാണ്. ഇപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടല്ലോ 2 INL ഇല്ലേ? ഈ 2 INL-ലും PDPക്കും അതിൻ്റെ സ്വഭാവം എന്താ? അത് നിങ്ങൾ പറ. ഞങ്ങളെ കൂടെ ആരാ ഉള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാലക്കാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. പാലക്കാട്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കണക്കാക്കണം. പാലക്കാട്ട് മതേതര സമൂഹത്തിൻ്റെ മുഖത്താണ് നിങ്ങൾ ചടി വലിച്ചെറിഞ്ഞത്, BJP-കാരൻ ചാണകം വലിച്ചെറിയുന്നത് പോലെ. ആ നൂറണി, ചുണ്ണാമ്പുതറ തുടങ്ങി വെല്ലിങ്ങാടി അഗ്രഹാരം വരെയുള്ള 15 ബൂത്തുകൾ ഛോട്ടാ നാഗ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്. നാഗ്പൂർ RSSന്റെ ആസ്ഥാനം. ഛോട്ടാ നാഗ്പൂർ ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലെ പാലക്കാട്ടെ ഞാൻ ഈ വിവക്ഷിച്ച ഈ ബൂത്തുകളാണ്. അവിടെ ഒരു UDF-കാരന് ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കാൻ കഴിയില്ല. കേരള പോലീസിന് പോലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അവിടെ നിന്നാണ് 4000, 6000, 8000 വോട്ടുകൾ ഈ ശ്രീധരൻ അടക്കമുള്ളവർക്ക് കിട്ടിയത്. ആ സ്ഥാനത്ത് അത് മുഴുവൻ അട്ടിമറിച്ച് 6000-ഓളം വോട്ടുകളാണ് രാഹുൽ മാങ്കുട്ടത്തിൽ ലീഡ് ചെയ്തത്. ആരാ ഈ വോട്ട് മറിച്ചവർ? അവിടെ എത്ര STP ഉണ്ട് ഈ 1 തൊട്ട് 15 വരെയുള്ള ബൂത്തിൽ? നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? ഞങ്ങൾ തന്നെ 6, 7, 8 വോട്ട്, 8000 വോട്ടിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് 18,000 ആയി മാറിയതാ. ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് പോലും ആളില്ലാത്ത ഈ SDPഐയും ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വലിയ BJP-യിലേക്ക് പോയിരുന്ന വലിയ ഹിന്ദു സമൂഹം ഈ പൂരം കലക്കിയതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളോടും ഇവിടുത്തെ സംസ്കാരങ്ങളോടും ഹൈന്ദവ ആചാര രീതികളെ പോലും രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി തച്ചു തകർക്കുന്ന BJP-ന്റെ നയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്ക് വോട്ട് മറിഞ്ഞതാ. അങ്ങനെ വോട്ട് മറിച്ച 10,000-ങ്ങളെ SDPക്കാരാക്കണവര്. ഈ SDPക്കാര് 6ാം റൗണ്ട് 7ാം റൗണ്ടിൽ വന്ന് പ്രകടനം നടത്തിന്. എവിടുന്നാ പ്രകടനം നടത്താൻ? മണ്ണാർക്കാട് നിന്ന് വന്നതാ. മനസ്സിലാക്കണം. പക്ഷെ ഒരു കോൺഗ്രസ് നേതാവും ആ ധൈര്യം പ്രകടിപ്പിച്ചില്ല ആ സമയത്ത്. ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, 1 മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയണത് കേൾക്കൂ. സരിന്റെ ഒരു വോട്ട് അഭ്യർത്ഥന കത്തുണ്ട്. ഞാനിവിടെ സ്ഥാനാർത്ഥിയാണ്. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം. ആര് വോട്ട് ചെയ്യണം? SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും ഒഴികെയുള്ളവർ വോട്ട് ചെയ്യണം എന്നതിലുണ്ടോ? അല്ലല്ല, അവർ തുറന്നു പറഞ്ഞു. പാലക്കാട്ട് എല്ലാ ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് എന്ന നിലപാട് CPM സ്വീകരിച്ചിരുന്നു. ആര് പറഞ്ഞു? CPM സ്വീകരിച്ചിരുന്നു. ആര് പറഞ്ഞു? CPM നേതാക്കൾ തന്നെ പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? എല്ലാ ചർച്ചകളിലും ആ അഭ്യർത്ഥന കത്തിൽ എല്ലാ സ്ഥാനാർത്ഥി പാലക്കാട് സ്ഥാനാർത്ഥി പരസ്യമായി അച്ചടിച്ച ലഘുലേഖ ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ SDPഐന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും RSSന്റെയും ഒഴികെയുള്ള വോട്ടുകൾ മതി എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചോദിച്ചത് തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥന കത്ത് അതാ ഞാൻ ചോദിക്കുന്നത്. പാലക്കാട്ടെ വിഷയത്തിൽ SDPയുടെയും ജമാഅത്തിന്റെയും വോട്ട് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നില്ല. തുടക്കത്തിൽ അവസാനത്തിലും എടുത്തിരുന്നില്ല. ഒരു തീവ്രവാദ കക്ഷികളെ വേണ്ട എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് നമ്മളടക്കം ചോദിക്കുന്നു. അവിടെ SDPയുടെ പേര് തൊടാതിരിക്കാനുള്ള രാഷ്ട്രീയ കൗശലം അവർ കാണിച്ചു എന്നത് വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം പാലക്കാട് അല്ലാത്തതുകൊണ്ട് വയനാട്ടിൽ അങ്ങ് ചോദിച്ച ചോദ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് വർഗീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന വിജയരാഘവന്റെ വാചകം PP മുസ്തഫ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇന്ന് റിപ്പബ്ലിക് TVയിലടക്കം കമ്മ്യൂണലായ വോട്ട് നേടിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത് എന്ന തരത്തിൽ അതേ മുന്നണിയിലെ PB അംഗം പറയുന്നു എന്ന് പറയുന്നത് ഒരു ദേശീയ വാർത്തയാണ്. അത്രയും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി പോലും വിജയരാഘവൻ ഇല്ലാതെ പോയോ? Debate with Dr. Arun Kumar.